പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാ എന്നെ തൊടേണമേ നിൻ ശക്തിയാ ബലഹീനമാമീ മൺപാത്രത്തെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കേണമേ. മുറിവേറ്റ കരം നൽകും ആശ്വാസവും എൻ ഭാവമായിടട്ടെ ഇപ്പോൾ. ഓ യേശുവേ, സ്പർശിക്കാം എന്നെ നീ നിൻ ആത്മാവാൽ നിറയ്ക്കാം ശക്തിതാ. എന്നോട്ടം ഞാൻ തികയ്ക്കാം, ജയിക്കാം. വിശന്നവർക്കെന്നപ്പം പകുത്തു നൽകാം, എൻ കൈകളിൽ ആത്മധൈര്യം നൽകാം. അന്യായ ബന്ധനങ്ങൾ അഴിക്കാൻ, എൻ കൈകളിൽ അഭിഷേകം നിറയ്ക്കാം. തളരാതെ ഓടുവാൻ അളവില്ലാതെ കരുത്തെനിക്കേകിടണേ ഇപ്പോൾ. ഓ യേശുവേ, സ്പർശിക്കാം എന്നെ നീ നിൻ ആത്മാവാൽ നിറയ്ക്കാം ശക്തിതാ. എന്നോട്ടം ഞാൻ തികയ്ക്കാം, ജയിക്കാം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9 അതിന് 31 വചനം ഇങ്ങനെ പറയുന്നു: അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അത് ആത്മീക വർധനവ് പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്ന് പെരുകിക്കൊണ്ടിരുന്നു. ഇവിടെ സഭയെക്കുറിച്ച് പറയുകയാണ്. സഭ പല കാര്യങ്ങളിൽ പെരുകുകയാണ്, വർധന വരികയാണ്, കർത്താവിനോടുള്ള ഭക്തി കൂടുകയാണ്, ആത്മീയ വർധനവ് സഭ പ്രാപിക്കുകയാണ്. സഭയുടെ അകത്ത് വലിയ സമാധാനം ഉണ്ടാകുകയാണ്. സഭയുടെ നാഥൻ യേശു ക്രിസ്തുവാണ്. യേശുക്രിസ്തു സഭയുടെ തലയാണ്. തലയിൽ നിന്നാണ് ശരീരം മുഴുവൻ പ്രവർത്തിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത്. ശരീരത്തിൻ്റെ നിർദ്ദേശങ്ങൾ മുഴുവൻ ബ്രെയിൻ, തലയിലൂടെയാണ്. അതുപോലെ ക്രിസ്തീയ സഭയുടെ ശരീരം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഓരോ വ്യക്തികളും അതിലെ അവയവങ്ങളാണെങ്കിൽ, സഭയുടെ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ഓരോ വ്യക്തികളും ആ സഭയുടെ അംഗങ്ങളായി, ശരീരത്തിൻ്റെ അവയവങ്ങളായി നിൽക്കുമ്പോൾ മൊത്തം ആ ശരീരത്തിൻ്റെ തല എന്ന് പറയുന്ന ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നിടത്ത്, യേശു ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തുന്നിടത്ത് അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞത്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷപ്പെടാൻ മാനവരാശിക്ക് ദൈവം തന്ന ഏകനാമം യേശു ക്രിസ്തു എന്നവർ പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത് വാസ്തവമായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അല്ല, പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ വന്ന് അവിടെ പ്രവൃത്തി ചെയ്തതാണ്. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ യേശു കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവർ ഒന്നിച്ച് ഒരുമനപ്പെട്ട് കൂടിയിരുന്നപ്പോൾ, അവിടെ 120 പേർ ഒന്നിച്ചിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി
ഏത് വിഷയത്തിൽ അവർ ഭയപ്പെട്ടോ ഭാരപ്പെട്ടോ അവർക്ക് ധൈര്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞവരായി അവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. 9-ാം അധ്യായത്തിൽ പൗലോസ് ശൗലിൻ്റെ മനംതിരിവാണ്. ശൗല് കർത്താവിന് നേരെ ഭീഷണിയും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ കൊലയും നിരസിച്ചുകൊണ്ട് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് അധികാരപത്രം വാങ്ങിച്ച ശൗല് വഴിയാത്ര വെച്ച് ദമസ്കോസിന് സമീപം എത്തുമ്പോൾ ആകാശത്തു നിന്ന് പെട്ടെന്നൊരു വെളിച്ചം അവൻ്റെ മേൽ ചുറ്റി അവൻ നിലത്ത് വീണ് അവനെ കർത്താവിനോട് ചോദിക്കുകയാണ്, ശൗല് നീ എന്താണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്ന്. അപ്പം ആരാകുന്ന കർത്താവേ എന്ന് ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ ചെയ്യേണ്ടത്, അങ്ങനെ അദ്ദേഹത്തിന് രൂപാന്തരം വരുത്തുകയും അനന്യാസ് എന്നൊരു ശിഷ്യൻ്റെ അടുത്ത് കർത്താവ് അവന് അരുളപ്പാട് അനന്യാസിന് കൊടുക്കുകയും അവിടെ വെച്ച് അനന്യാസ് എന്ന് ശൗലിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അവന് കാഴ്ച മടങ്ങി വരികയും ചെയ്യുകയാണ്. അങ്ങനെ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശൗൽ തർസോസിൽ വരികയാണ്. തുടർന്ന് ശൗൽ തർസോസിലും വന്നു യെരുശലേമിലെത്തി. ശിഷ്യന്മാരോട് ചേരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ അവനെ കൂട്ടാക്കാൻ തയ്യാറായില്ല. അപ്പോസ്തലന്മാരെ അടുക്ക കൊണ്ടുപോകുന്നുണ്ട്. വഴിയിൽ വെച്ച് പൗലോസിനുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി വിവരിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും അവരോട് വിവരിച്ചു പറയും. പിന്നെ യെരുശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോന്നു. ആരാണ് ഈ ശൗൽ? പ്രസംഗിച്ചു പോന്നു. യവന ഭാഷക്കാരെ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ വട്ടം കൂടി. സഹോദരന്മാർ അതറിഞ്ഞ് അവനെ കൈസരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു. അങ്ങനെ പിന്നെന്താ സംഭവിക്കുന്നത്? യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് വലിയ സമാധാനം ഉണ്ടായി. ആരാണോ സഭയെ തകർക്കാൻ ശ്രമിച്ചത് ആ ശൗലിനെയും കൊണ്ട് തന്നെ കർത്താവ് സഭയ്ക്ക് അനുഗ്രഹമാക്കി മാറ്റുകയാണ്. അങ്ങനെ സഭയ്ക്ക് വലിയ സമാധാനം അവിടെ ഉണ്ടായി. ഒന്ന്, അത് മാത്രമല്ല, അവിടെ വലിയ ആത്മീയ വർധനവ് സഭയ്ക്ക് ഉണ്ടാകുകയും പ്രാപിക്കുകയും കർത്താവിനോടുള്ള ഭക്തിയിലും പുറമേയുള്ള ഒരു ഭക്തി പ്രകടനമല്ല, കർത്താവിനോട് ഹൃദയത്തിൻ്റെ അടിയിൽ നിന്നൊരു ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധന എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം പ്രബോധനയിലും നടന്നും പിന്നെ സഭ പെരുകി വന്നു. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളായിരിക്കുന്ന സഭകളൊക്കെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും കർത്താവിനോടുള്ള ഭക്തിയിലും കർത്താവെ അപ്പോൾ തന്നെ സഭയ്ക്ക് വലിയ സമാധാനവും ആത്മീയ വർധനവും സഭ പെരുകയും വരട്ടെ. എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും കൂട്ടായ്മകൾ, സഭകളത് ഈ ദിവസങ്ങളിൽ വലിയ സമാധാനം ഈ സഭകളുടെ നടുവിലുണ്ടാകട്ടെ. അപ്പോൾ തന്നെ ഈ സഭകൾ ആത്മീയ വർധനവ് പ്രാപിക്കട്ടെ. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും ഈ സഭകളൊക്കെ എണ്ണത്തിൽ പെരുകി വരട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാനെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്നെന്നെ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്നെന്നെ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ.